പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ ആത്മനമസ്തേ. ഇന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുണ്ടലിനി യോഗ സാധനയിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക മേഖല മെച്ചപ്പെടുത്തുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ സാമ്പത്തിക മേഖല മെച്ചപ്പെടുത്തുവാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. കാരണം കുണ്ടലിനി ശക്തി എന്നാൽ നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന അത്ഭുത മഹാശക്തി വിശേഷമാണ്. അത് നമ്മുടെ ജീവകാന്ത ശക്തി തന്നെയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു ശക്തിവിശേഷം തന്നെയാണ് കുണ്ടലിനി എന്ന് പറയുന്നത്. നമ്മുടെ പൗരാണിക ആചാര്യന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ശക്തിവിശേഷത്തെ പറ്റി അറിയുകയും അതിനെ വിവിധ പ്രാക്ടീസിലൂടെ സാധനയിലൂടെ ഉണർത്തിയെടുത്തുകൊണ്ട് അവരുടെ ബോധമണ്ഡലത്തിലേക്ക് ആ ശക്തിവിശേഷത്തെ ലയിപ്പിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ സൂക്ഷ്മങ്ങളായിട്ടുള്ള നിരവധി അറിവുകൾ നേടിയെടുക്കുകയും ചെയ്തതായിട്ട് നമുക്കറിയാവുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ആയുർവേദവും ജ്യോതിഷവും അതുപോലെ തന്നെ ജ്യോതിശാസ്ത്രവും അതുപോലെ തന്നെ രസവിദ്യകളും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ അന്ന് പ്രത്യേകിച്ചുള്ള സാങ്കേതിക വിദ്യകളൊന്നും കൈവശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ ബോധമണ്ഡലത്തെ കൂടുതൽ വികാസം പ്രാപിപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെ, ഈ സൂക്ഷ്മമായിട്ടുള്ള അറിവുകളെ അന്ന് നേടിയെടുത്തിരുന്നത്. കുണ്ടലിനി ശക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ കുണ്ടലിനി സാധനയിലൂടെ കടന്നു പോകുന്ന സമയത്ത് കുണ്ടലിനി ശക്തിയുടെ ഉദ്ധാപനം ഉണ്ടാവുകയും അങ്ങനെ ഉദ്ധാപനം ഉണ്ടായി ആ ശക്തിവിശേഷം മുകളിലേക്ക് ഉയർന്നു വരുമ്പോൾ നമ്മുടെ ഓരോ ആധാര ചക്രങ്ങളിലൂടെയാണ് കുണ്ടലിനി ശക്തി മുകളിലേക്ക് ഉയർന്നു വരുന്നത്. നമ്മുടെ ആധാര ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷഡാധാര ചക്രങ്ങളും മുകളിലെ സഹസ്രാരം എന്ന് പറയുന്ന സഹസ്രാര പത്മം എന്ന് പറയുന്ന ഏഴാമത്തെ ചക്രവും കൂടെ കൂടുന്നതാണ് നമ്മുടെ 7 ആധാര ചക്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുണ്ടലിനി ശക്തി ഓരോ ചക്രങ്ങളിലൂടെ കടന്നു വരുന്ന സമയത്ത് ആ ചക്രങ്ങൾ ഓരോന്നും പ്രവർത്തനക്ഷമമാകുകയും അങ്ങനെ ആ ചക്രങ്ങളുമായി ബന്ധപ്പെട്ട ലിമിറ്റേഷനിൽ നിന്ന് ഒരു വ്യക്തിക്ക് പുറത്തു കിടക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശാരീരികവും മാനസികവും വൈകാരികമായ തലങ്ങളുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഭൗതികമായ മേഖലകളുമായിട്ടും ബന്ധപ്പെടുത്തിയിട്ടാണ് ചക്രങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ഓരോ ചക്രങ്ങളും പ്രവർത്തനക്ഷമമാകുമ്പോൾ ആ ചക്രങ്ങളുമായി ബന്ധപ്പെട്ട നമ്മളുടെ ഓരോരോ മേഖലകൾ ശക്തി പ്രാപിക്കുകയും അങ്ങനെ അതിലൂടെ നമുക്ക് ഒരു ഹയർ ഡയമെൻഷനിലേക്ക് നമ്മളെ തന്നെ പരിവർത്തിപ്പിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മുടെ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടലിനി ശക്തി നമ്മുടെ മൂലാധാര ചക്രത്തിലേക്ക് വരുന്ന സമയത്ത് ആ മൂലാധാര ചക്രത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഫുഡ്, സെക്യൂരിറ്റി, ഷെൽട്ടർ എന്ന് പറയുന്ന നമ്മുടെ ബേസിക് നീഡ്സ് ആണ്. അതായത് മൂലാധാര ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ബേസിക് നീഡ്സ് ആയിട്ടുള്ള ഫുഡ്, സെക്യൂരിറ്റി, ഷെൽട്ടർ എന്ന് പറയുന്ന 3 കാര്യങ്ങളിലായിരിക്കും. നമുക്കറിയാം ഏതാണ്ട് 99.9% ആളുകളും ഈ മൂലാധാര ചക്രത്തിൻ്റെ ലിമിറ്റേഷനിൽ കഴിഞ്ഞുകൂടുന്നവരാണ്. കാരണം അവരെല്ലാം ജീവിതകാലം മുഴുവൻ അവർ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ 3 കാര്യങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഫുഡ് ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഷെൽട്ടർ ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു വീട് ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം അടിസ്ഥാനം പണമാണ്. അപ്പോൾ ഇവിടെ മൂലാധാര ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാളുടെ ഫോക്കസ് എന്ന് പറയുന്നത് പണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ആ ഒരൊറ്റ കാര്യത്തിലായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ നമ്മൾ വർക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പണത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മൂലാധാര ചക്രത്തിലേക്ക് കുണ്ടലിനി ശക്തി പ്രവേശിക്കുന്ന സമയത്ത് മൂലാധാര ചക്രം ഓപ്പൺ ആവുകയും അല്ലെങ്കിൽ അത് പ്രവർത്തനക്ഷമമാവുകയും നമ്മുടെ ഫോക്കസ് ഈ ഒരു ബേസിക് നീഡ്സിൽ നിന്ന് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഫുഡ്, സെക്യൂരിറ്റി, ഷെൽട്ടർ എന്ന് പറയുന്ന നമുക്ക് നിലനിൽക്കാനായിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും അങ്ങനെ നമ്മുടെ ഫോക്കസ് ഉയർന്ന ഡയമെൻഷനിലേക്ക് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉയർന്ന ഡയമെൻഷനിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന ബോധാവസ്ഥയിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ പണത്തെ അല്ലെങ്കിൽ ധനാത്മകതയെ തേടി ഓടിക്കൊണ്ടിരുന്ന ആ അവസ്ഥയിൽ നിന്ന് ധനത്തെ നമുക്ക് എങ്ങനെ ഇങ്ങോട്ട് ആകർഷിക്കാം, നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ധനത്തെ ആകർഷിക്കാം എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ മൂലാധാര ചക്രം പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു ബേസിക് നീഡ്സിന് വേണ്ടിയിട്ടുള്ള അലച്ചിൽ നമ്മൾ നിർത്തുകയും ആ കാര്യങ്ങളെ നമ്മളിലേക്ക് ആകർഷിച്ചുകൊണ്ട് കൂടുതൽ ഹയർ ഡയമെൻഷനിലേക്ക്, വലിയ സാധ്യതകളിലേക്ക് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ജീവിതത്തെ നമ്മൾ പരിവർത്തിപ്പിക്കുന്ന സമയത്ത് അതിന് പണത്തെ നമുക്ക് ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷനും ഒക്കെ നമ്മളിൽ ഉരുത്തിരിഞ്ഞ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുണ്ടലിനി യോഗം പരിശീലിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ കുണ്ടലിനിയുടെ ഉണർവുണ്ടാകുന്ന സമയത്ത് ഓരോ ചക്രങ്ങൾ പ്രവർത്തനക്ഷമമാകുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറുകയും ജീവിതം പുതിയ പുതിയ ഹയർ ഡയമെൻഷനിലേക്ക് പരിവർത്തിക്കണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കുണ്ടലിനി യോഗ സാധനയിലൂടെ കടന്നു പോകുന്ന സമയത്ത് കുണ്ടലിനിയുടെ അനുഭവം ഓരോരോ ചക്രങ്ങളിലൂടെ ഉണ്ടാകുന്ന സമയങ്ങളിൽ ആ ചക്രങ്ങളുമായി ബന്ധപ്പെട്ട ലിമിറ്റേഷൻസിനെ അതിവർത്തിച്ചുകൊണ്ട് ആ ചക്രങ്ങളുടെ സാധ്യതകളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വരവേൽക്കുവാനായിട്ടും ആ സാധ്യതകളെ നമ്മൾ ഉപയുക്തമാക്കി മുന്നോട്ട് പോകുമ്പോൾ
ഒരു ഉയർന്ന ഡയമെൻഷനിലുള്ള ജീവിത നിലവാരത്തിലേക്ക് നമ്മളെ തന്നെ ഉയർത്തുവാനായിട്ടും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നമ്മളങ്ങനെ സമ്പന്നതയാണെങ്കിലും വ്യക്തിബന്ധങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്താണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഈ കുണ്ടലിനി യോഗ സാധന നമ്മളെ തീർച്ചയായിട്ടും സഹായകരമായിരിക്കും. അതിനായിട്ട് എല്ലാവർക്കും കുണ്ടലിനി യോഗ സാധനയിലൂടെ കടന്നു പോകുവാനായിട്ട് അവസരമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം യാഷ. Yasha Living, synchronizing the art, tactics and spirituality.